ഹലോ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാമ്പസ് ഏതാ വെച്ചെങ്കിൽ IITs ആണ്. IITs എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അവിടെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെ എഴുതി നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ കിട്ടുള്ളൂ. അതായത് ഇന്ത്യയിലെ ടോപ്പ് ബ്രെയിൻസ് പഠിക്കുന്ന ക്യാമ്പസ്. റീസെൻ്റ്ലി ഞാൻ ബിസിനസ് സ്റ്റാൻഡേർഡിൽ ന്യൂസ് വായിച്ചിട്ടുണ്ടായിരുന്നു. ആ ന്യൂസിൽ പറയുന്നത് എന്താ വെച്ചെങ്കിൽ 38% കുട്ടികൾ എന്തല്ല പ്ലേസ്ഡ് അല്ല എന്നുള്ളത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ ബെസ്റ്റ് കോളേജ് എന്ന് പോലും 30% കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടില്ല. അപ്പോൾ ആസ് എ എഡ്യൂക്കേഷണലിസ്റ്റ് അല്ലെങ്കിൽ എഡ്യൂപ്രണർ എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ ദർസ് എ രണ്ട് റീസൺ ആവും. ഒന്നാമത്തെ റീസൺ എന്താ വെച്ചെങ്കിൽ കുട്ടികൾ പ്ലേസ്ഡ് ആവാൻ വില്ലിങ് ആകാരം അവരെ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ഒരു കമ്പനി വന്നിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ ആണെങ്കിൽ എനിക്കൊരു 20 lakh CTC ഉണ്ടെങ്കിൽ ഞാൻ ജോലിക്ക് പോകുള്ളൂ എന്നൊരു കുട്ടി തീരുമാനിക്കുകയാണ്. ഈ കമ്പനികൾ വരാതിരിക്കാം. ഇനി രണ്ടാമത്തെ റീസൺ നേരെ തിരിച്ചാം. കമ്പനികൾ പറയാം ഞങ്ങൾ 20 lakh തരാം, ഞങ്ങൾ പേയ്മെന്റ് ചെയ്യാൻ റെഡിയാണ്, CTC കൊടുക്കാൻ റെഡിയാണ്. പക്ഷെ അതിന് അവർക്ക് വേണ്ട രീതിക്കുള്ള സ്കിൽസ് കുട്ടികൾക്ക് വേണം. മേ ബി അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട്സ് കൂടി ഒന്ന് ഷെയർ ചെയ്യുക കമന്റിൽ. എന്താണ് ഇതിനുള്ള റീസൺ എന്താണെന്നുള്ളത് കേട്ടോ. താങ്ക് യു.